കഴിഞ്ഞ ദിവസം ജബൽപൂർ 2 വൈദികരെ സംഘപരിവാരകാരെ ആക്രമിച്ചു. അപ്പം അതിനെക്കുറിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയോട് ഒരു മാധ്യമപ്രവർത്തകൻ ചോദിച്ചു. അപ്പോൾ സുരേഷ് ഗോപി സിനിമ സ്റ്റൈലിൽ മറുപടി പറഞ്ഞു, നീ ആരാ എന്ന ചോദ്യത്തിൽ എക്സ്ട്രീം പുച്ഛവും പരിഹാസവും നമുക്ക് കാണാൻ പറ്റും. ഇന്നത്തെ ഗോസ്പലിൽ ഈശോയോട് യഹൂദ ചോദിക്കുന്ന അതേ ചോദ്യം തന്നെയാണ്, നീ ആരാ? ഈ ചോദ്യത്തിൽ അവരുടെ ക്രിസ്തുവിനോടുള്ള എക്സ്ട്രീം പുച്ഛവും പരിഹാസവും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. എന്തുകൊണ്ട് അവരങ്ങനെ ചോദിച്ചേ? ഈശോ പറഞ്ഞു, നിങ്ങളെന്നെ അന്വേഷിക്കും, പക്ഷെ നിങ്ങൾ നിങ്ങളുടെ പാപത്തിൽ മരിക്കും. അപ്പോൾ ഈശോ പരിഹസിച്ച് അവർ പറയുന്നുണ്ട്, ഇവനെന്താ ആത്മഹത്യ ചെയ്യാൻ പോവാണ്? നമ്മളൊക്കെ സ്വർഗത്തിൽ പോവും, ഇവൻ ആത്മഹത്യ ചെയ്ത് നരകത്തിൽ പോകാനുള്ള പരിപാടിയാണ്. അതുകൊണ്ട് അവൻ പോകുന്നിടത്തേക്ക് നമുക്ക് പോകാൻ പറ്റില്ലെന്ന് അവൻ പറയുന്നത്. അപ്പോൾ ഈശോ ക്ലാരിഫിക്കേഷൻ കൊടുക്കുകയാണ്, നിങ്ങൾ പാപത്തിൽ മരിക്കുമെന്ന് ഞാൻ പറഞ്ഞത് ഞാൻ തന്നെ എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപത്തിൽ മരിക്കും. ഞാൻ തന്നെ എന്ന്. ഇത് ഗാഡ് സ്റ്റേറ്റ്മെൻറ്റാണ്. പുറപ്പാടിൻ്റെ പുസ്തകം 3-ാം 14-ാം വാക്യത്തിൽ മോശ ദൈവത്തിൻ്റെ പേര് ചോദിക്കുമ്പോൾ ദൈവം തൻ്റെ പേര് പറയുന്നത് ഞാൻ തന്നെ എന്ന. ക്രിസ്തു അതേ ടൈറ്റിൽ ഇവിടെ ഉപയോഗിക്കുന്നത് ഞാൻ തന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ ദൈവമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപത്തിൽ മരിക്കും. ബോൾഡ് സ്റ്റേറ്റ്മെൻറ്റാണ് ഈശോയുടെ. ഞാൻ ദൈവമാണ്, ഞാൻ ദൈവപുത്രനാണ്. ക്രിസ്തുവിനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർ ഈ ലോകത്തുണ്ട്. ക്രിസ്തുവിനൊരു പ്രോഫറ്റായിട്ട് കാണുന്ന ആൾക്കാരുണ്ട്, ക്രിസ്തുവിനൊരു ഗ്രേറ്റ് റെവല്യൂഷണറി ആയിട്ട് കാണുന്ന ആൾക്കാരുണ്ട്, ഗ്രേറ്റ് ലീഡറായിട്ട്, ഗ്രേറ്റ് സ്റ്റോറി ടെല്ലറായിട്ട്. ഇങ്ങനെ ഈശോ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ അത് പോരാ. ഞാൻ ഈശോയെ അന്വേഷിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല, ഞാൻ ഈശോയെ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് മാത്രം കാര്യമില്ല, എനിക്ക് ഈശോയെക്കുറിച്ചുള്ള എല്ലാ അറിവുണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. ഡു യു ബിലീവ് ഇൻ ജീസസ്? നീ ഈശോയിൽ വിശ്വസിക്കുന്നുണ്ടോ? ഈശോ വളരെ സ്ട്രോങ് ആയിട്ടാണ് പറയുന്നത്, നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപത്തിൽ മരിക്കും. ബിലീവ് ജീസസ് ഈസ് ഗാഡ്. ജീസസ് ഈസ് ദ ഓൺലി സേവിയർ. ജീസസ് ഈസ് ദ സൺ ഓഫ് ഗാഡ്. ഐ ബിലീവ് ഇൻ ഹിം.